അടുത്തതാണ് സൾക്കൈ ആൻഡ് ഗൈറൈ. സൾക്കൈ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ സെറിബ്രൽ കോർട്ടെക്സ്, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളെ സെറിബ്രൽ കോർട്ടെക്സിനെ നമ്മളിങ്ങനെ ചുരുട്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ചുരുട്ടി വെച്ചേക്കുന്ന അതിനകത്തുള്ള ആ കുഴീനെ നമ്മൾ സൾക്കൈ എന്ന് വിളിക്കും. അതിനിടയ്ക്കുള്ള ആ ഫോൾഡുകളില്ലേ, ആ ഫോൾഡിനെ നമ്മൾ ഗൈറൈ എന്നും വിളിക്കും. അതായത് ഇത് സൾക്കൈയും ഇത് ഗൈറയുമാണ്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ കോർട്ടെക്സിൻ്റെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സാധനം നമ്മൾ അതുപോലെ ഇങ്ങനെ കൊണ്ടുവച്ചേക്കുന്നതും, പക്ഷേ ഒരു സാധനം മടക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സർഫസ്, ഇതിപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എടുക്കുമ്പോൾ ഇതൊരു 100 ആണ് വരുന്നതെങ്കിൽ ഇതിന് ഫുള്ള് സർഫസ് ഏരിയ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു 200 കിട്ടുമായിരിക്കും. അതേ കണക്ക് നമുക്ക് സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഗൈറൈ ആൻഡ് സൾക്കൈ ആയിട്ട് ഫോം ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മളെ ഈ അൾഷിമേഴ്സ് കണക്കുള്ള ഡിസീസുകളിലൊക്കെ നമ്മളുടെ ഈ സൾക്കൈ ആൻഡ് ഗൈറയുടെ അല്ലെങ്കിൽ ഏരിയ ടോട്ടലി ഡിക്രീസ് ആവുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെ സൾക്കൈ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻട്രാ യൂട്രൈൻ ലൈഫിൽ 5th to 6th മന്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് 9th മന്തിൽ എൻഡ് ചെയ്യാറുണ്ട്. അതായത് 5th to 6th മന്തിൽ പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടിയാൽ കറക്റ്റിന് അത് ഫോം ചെയ്യാൻ നമ്മളെ ബ്രെയിൻ ഡെവലപ്പ് ആവത്തുള്ളൂ. പിന്നെ 9th മന്ത് എൻഡ് ചെയ്യുന്ന സമയം, ഗസ്റ്റേഷൻ പീരീഡ് എൻഡ് ചെയ്യുന്ന സമയത്താണ് ഇത് എൻഡ് ആവുന്നത്. അടുത്തത് നമുക്ക് ഈ ഓരോ സർഫസിലുള്ള സൾക്കൈ ആൻഡ് ഗൈറയുടെ പേര് നോക്കാം. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് നമുക്കിത് മെയിനായിട്ട് എഴുതേണ്ടി വരും. അതായത് ഈ ഒരു ഭാഗം വെച്ചാണ് നമ്മൾ മാക്സിമം വലുതാക്കി ഫിഗേഴ്സ് എല്ലാം വരച്ച് ആഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നത്. ആദ്യത്തേതാണ് സുപ്രലാറ്ററൽ സർഫസ്. അപ്പോൾ സുപ്രലാറ്ററൽ സർഫസിൽ നമുക്ക് 4 ലോബിലെയും പറയണം. ഫ്രോണ്ടൽ ലാരൊക്കെ, പെറൈറ്റൽ ആര്, ഓക്സിപിറ്റൽ ആര്, ടെമ്പറൽ ആര്. നമുക്ക് ഈ ഒരു ഫിഗർ വെച്ച് ആലോചിക്കാം. ആദ്യമേ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫിഗർ ഇങ്ങനെ വരയ്ക്കണം. വരച്ചിട്ട് നമ്മൾ നേരത്തെ എഴുതിയല്ലോ, ഫ്രോണ്ടലും പെറൈറ്റലും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സെൻട്രൽ സൾക്കസ് ആണ്. പെറൈറ്റലും ഓക്സിപിറ്റലും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പെറൈറ്റോ ഓക്സിപിറ്റൽ സൾക്കസ് ആണ്. ഇത് രണ്ട് നമ്മൾ ആദ്യമേ വരയ്ക്കണം. വരച്ചിട്ട് ഈ സെൻട്രൽ സൾക്കസിന് മുന്നേ ഒരു സൾക്കസും ബാക്കിൽ ഒരു സൾക്കസും വരയ്ക്കണം. പിന്നെ നമ്മൾ ഫ്രോണ്ടൽ നോക്കിയാൽ മതി. ഫ്രോണ്ടലിനകത്ത് ഫ്രണ്ടിൽ 2 സൾക്കസ് വരും. പിന്നെ ഇവിടെ ഒരു വൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സൾക്കസ് വരും. ഇത് ഇത്രയുമാണ് നമ്മുടെ ഫ്രോണ്ടൽ ലോബിൽ വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ഈ സൾക്കസിൻ്റെ പേര് പ്രീ സെൻട്രൽ സൾക്കസ് ആയിരിക്കും. കാരണം സെൻട്രലിന് മുന്നേ വരുന്നതുകൊണ്ട് പ്രീ സെൻട്രൽ സൾക്കസ്. പിന്നെ നമ്മളുടെ സുപ്പീരിയർ ഫ്രോണ്ടലും ഇൻഫീരിയർ ഫ്രോണ്ടലും, അതായത് ഫ്രോണ്ടൽ ലോബിൽ മുകളിൽ കാണപ്പെടുന്നതും താഴെ കാണപ്പെടുന്നതും. അപ്പോൾ സുപ്പീരിയർ ഫ്രോണ്ടൽ, ഇൻഫീരിയർ ഫ്രോണ്ടൽ. പിന്നെ ഇവിടെ ഒരു വൈ ഷേപ്ഡ്, അതിന് പ്രത്യേകിച്ച് അങ്ങനെ പേരൊന്നുമില്ല. ഇത് ഇത്രയുമാണ് സൾക്കൈ. ഇനി അടുത്തതാണ് ഗൈറൈ. ഗൈറൈ വരുന്നതെന്ന് പറയുമ്പോൾ ഇതിനിടയിലുള്ള 2 സൾക്കസിനിടയിലുള്ള ആ ഒരു ഫോൾഡിങ്ങിനെയാണ് നമ്മൾ ഗൈറൈ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രീ സെൻട്രൽ സൾക്കസിന് ഇടയിലുള്ള ആ ഫോൾഡിനെ പ്രീ സെൻട്രൽ ഗൈറസ് എന്ന് നമ്മൾ വിളിക്കും. പിന്നെ ഇവിടെ ഇവിടെ സുപ്പീരിയർ ഫ്രോണ്ടൽ സൾക്കസ് ആയതുകൊണ്ട് ഇവിടെ സുപ്പീരിയർ ഫ്രോണ്ടൽ ഗൈറസ്, ഇവിടെ ഇൻഫീരിയർ ഫ്രോണ്ടൽ സൾക്കസ് ആയതുകൊണ്ട് ഇൻഫീരിയർ ഫ്രോണ്ടൽ ഗൈറസ്. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഫോൾഡിങ്ങിനെ നമ്മൾ മിഡിൽ ഫ്രോണ്ടൽ ഗൈറസ് എന്ന് വിളിക്കും. ഇനി അടുത്തതാണ് നമ്മൾ ഓർബിറ്റൽ സർഫസിനടുത്ത് വരുന്ന അവരാണ് ഇവരെല്ലാം. അതായത് നമ്മൾ പാർസ് എന്ന വാക്ക് വെച്ചായിരിക്കും പറയുന്നത്. അപ്പോൾ ആദ്യമേ പാർസ് ട്രയാങ്കുലാരിസ്, അതായത് ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്നുണ്ട്, അതിന് നടുക്ക് വരുന്ന ഫോൾഡായതുകൊണ്ട് പാർസ് ട്രയാങ്കുലാരിസ് എന്ന് വിളിച്ചു. അതിന് താഴെയുള്ള ആളെ നമ്മൾ ഓർബിറ്റൽ സർഫസിനടുത്ത് വരുന്നതുകൊണ്ട് പാർസ് ഓർബിറ്റാലിസ് എന്ന് വിളിച്ചു. പിന്നെ അതിന് മുകളിലുള്ള ആളെ പാർസ് ഓപ്പർക്കുലാരിസ് എന്ന് വിളിച്ചു. അപ്പം മൊത്തം ഇത്രയുമാണ് നമ്മൾ ഫ്രോണ്ടൽ ലോബിനകത്തുള്ള ഗൈറൈ ആൻഡ് സൾക്കൈ. അടുത്തതാണ് നമ്മൾ പെറൈറ്റൽ ലോബ്. പെറൈറ്റൽ ലോബിന് വലുതായിട്ട് അങ്ങനെയൊന്നുമില്ല പഠിക്കാൻ, നമുക്ക് ഈസി ആയിട്ട് ഓർക്കാവുന്നേ ഉള്ളൂ. സെയിം ഇതുപോലെ സെൻട്രൽ സൾക്കസിൻ്റെ ബാക്കിലായിട്ട് ഒരു സൾക്കസ് വരും. അതിന് നമ്മൾ പോസ്റ്റ് സെൻട്രൽ സൾക്കസ് എന്ന് വിളിക്കും. ഇവിടെ പ്രീ സെൻട്രൽ ആയിരുന്നു, ഇവിടെ പോസ്റ്റ് സെൻട്രൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയുള്ള ഗൈറസിനെ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്നാണ് വിളിച്ചത്. പിന്നെ ഇവിടെ ആകെ ഒറ്റ ഒരു സൾക്കൈ ഉള്ളൂ ഈ പെറൈറ്റൽ ലോബിനകത്ത് വരുന്ന, അതിന് നമ്മൾ ഇൻട്രാ പെറൈറ്റൽ സൾക്കസ് എന്ന് വിളിച്ചു. അതായത് പെറൈറ്റൽ ലോബിന് അകത്തുള്ള സൾക്കസ്. അപ്പോൾ ഇൻട്രാ പെറൈറ്റൽ സൾക്കസ്. അപ്പോൾ ഇത് കാരണം നമുക്ക് 2 ഫോൾഡിങ്സ് കിട്ടി. അതിൽ മുകളിലുള്ള ഫോൾഡിങ്ങിനെ നമ്മൾ സുപ്പീരിയർ പെറൈറ്റൽ ലൊബ്യൂൾ എന്നും താഴെയുള്ളതിന് ഇൻഫീരിയർ പെറൈറ്റൽ ലൊബ്യൂൾ എന്നും വിളിച്ചു. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഗൈറൈ. അടുത്തതാണ് നമ്മളുടെ ഓക്സിപിറ്റൽ ലോബ്. ഓക്സിപിറ്റൽ ലോബിൽ ആദ്യമേ നമ്മൾ പറഞ്ഞു, ഇവിടെ പെറൈറ്റോ ഓക്സിപിറ്റൽ സൾക്കസ് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇവ 2 ഓക്സിപിറ്റൽ ലോബും പെറൈറ്റൽ ലോബും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണെന്ന്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് 1, 2, 3, 4, 5, 6 സൾക്കസ് ആണ് ഉള്ളത്. അതിനകത്ത് ആദ്യത്തേതാണ് ഇത്. നമ്മളെ പോളാണെന്ന് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ, ഓക്സിപിറ്റൽ പോളുണ്ടെന്ന്. അപ്പോൾ ഈ പോളിൽ തന്നെ 2 സൾക്കസ് ഉണ്ട്. ഒന്ന് മുകളിലുള്ളതിന് നമ്മൾ സുപ്പീരിയർ പോളാർ സൾക്കസ് എന്നും താഴെയുള്ളതിന് ഇൻഫീരിയർ പോളാർ സൾക്കസ് എന്നും വിളിച്ചു. പിന്നെ അകത്ത് ഒരു നമ്മളുടെ മൂൺ ഷേപ്ഡ്, അപ്പോൾ മൂൺ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ഷേപ്പിലായതുകൊണ്ട് ഇതിന് ലൂനേറ്റ് എന്ന് വിളിച്ചു. അതായത് ലൂനേറ്റ് സൾക്കസ് എന്ന് വിളിച്ചു. അടുത്തതാണ് ട്രാൻസ്വേഴ്സ് ഓക്സിപിറ്റൽസ്. അതായത് നമ്മളെ ഓക്സിപിറ്റൽ ലോബിൽ ട്രാൻസ്വേഴ്സ് ആയിട്ട് കാണപ്പെടുന്ന ഒരു സൾക്കസ്, അതിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് ഓക്സിപിറ്റൽസ് എന്ന് വിളിച്ചു.
പിന്നെ ഉള്ളതാണ് നമ്മളെ കാൽക്കറൈൻ സൾക്കസും ലാറ്ററൽ ഒക്സിപിറ്റൽ സൾക്കസും. അപ്പോൾ ഈ നമ്മൾ ഒക്സിപിറ്റൽ ലോബിൽ ലാറ്ററലി കാണപ്പെടുന്ന ആൾ ലാറ്ററൽ ഒക്സിപിറ്റൽ സൾക്കസ്, അതിന് തൊട്ടടുത്ത് കാണപ്പെടുന്ന ആൾ കാൽക്കറൈൻ സൾക്കസ്. ഇത്രയാണ് മൊത്തത്തിലുള്ള. അപ്പം സുപ്പീരിയർ പോളാർ, ഇൻഫീരിയർ പോളാർ, പിന്നെ ലൂനേറ്റ്, ട്രാൻസ്വേഴ്സ് ഓക്സിപിറ്റൽ, കാൽക്കറൈൻ ആൻഡ് ലാറ്ററൽ ഓക്സിപിറ്റൽ. ഇത് ഇത്രയപ്പോൾ സൾക്കസ് കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഗൈറ. ഗൈറ വരുന്നത് സുപ്പീരിയർ ഓക്സിപിറ്റൽ ഗൈറയുണ്ട്, അതായത് നമ്മുടെ ഓക്സിപിറ്റൽ ലോബിൽ മുകളിൽ കാണപ്പെടുന്ന ഗൈറ സുപ്പീരിയർ ഓക്സിപിറ്റൽ ഗൈറ. പിന്നെ നമ്മളുടെ ഇൻഫീരിയർ പോളിന് മുകളിൽ കാണപ്പെടുന്ന ആൾ ഇൻഫീരിയർ ഓക്സിപിറ്റൽ ഗൈറ. ഇത് രണ്ടും ഓർക്കാൻ എളുപ്പമുണ്ട്. സുപ്പീരിയർ പോളാറിന് മുകളിൽ സുപ്പീരിയർ ഓക്സിപിറ്റലും ഇൻഫീരിയർ പോളാർ സൾക്കസിന് മുകളിൽ ഇൻഫീരിയർ ഓക്സിപിറ്റൽ ഗൈറസും. പിന്നെ ഈ ലൂനേറ്റിന് തൊട്ടടുത്ത് കാണപ്പെടുന്ന ആളാണ് ആർക്കസ് പെറൈറ്റോ ഓക്സിപിറ്റാലിസ്. അത് ആ ഗൈറസിൻ്റെ പേര് ഇങ്ങനെയാണ്, ആർക്കസ് പെറൈറ്റോ ഓക്സിപിറ്റാലിസ്. പിന്നെ ട്രാൻസ്വേഴ്സ് ഓക്സിപിറ്റാലിസ് എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സ് ഓക്സിപിറ്റൽ സൾക്കസിന് താഴെ കാണപ്പെടുന്ന ആളാണ് ഗൈറസ് ഡിസെൻഡൻസ്. പിന്നെ ലാസ്റ്റത്തേതാണ് നമ്മളുടെ ടെമ്പറൽ ലോബ്. ഇത് പഠിക്കാൻ ഒരു പാടുമില്ല, നമുക്കാകെ 2 സൾക്കസേ ഉള്ളൂ, സുപ്പീരിയർ ടെമ്പറൽ സൾക്കസ് ആൻഡ് ഇൻഫീരിയർ ടെമ്പറൽ സൾക്കസ്. സുപ്പീരിയറിന് മുകളിലത്തെ ആൾ സുപ്പീരിയർ ടെമ്പറൽ ഗൈറസ്, ഇൻഫീരിയറിന് താഴത്തെ ആൾ ഇൻഫീരിയർ ടെമ്പറൽ ഗൈറസ്. ഇതിന് രണ്ടിനും മിഡിലുള്ള ആൾ മിഡിൽ ടെമ്പറൽ ഗൈറസ്. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഈ ഒരു പടം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുൾ എഴുതാം. ഈ ഒരു പടം വരച്ച് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടും. ഞങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എക്സാമിന് ചോദിച്ച സെർബർ ആയിരുന്നു. അപ്പം ഇതുപോലത്തെ ഒരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.